ഹായ് ഫ്രണ്ട്സ്, കംപ്ലൈൻറ്റ് വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഡെയിലി വ്ലോഗിൻ്റെ 31ാമത്തെ ദിവസമാണ്. അപ്പോൾ രാവിലെ ഉറക്കം എണീച്ച് വന്നുകൊണ്ട് എനിക്കൊരു സ്ഥലത്തേക്ക് കളമച്ച വരെ പോകണം. അമ്മയാണെങ്കിൽ ഭയങ്കര പാചകത്തിലാണ്. എന്തോന്നൊക്കെ ഉണ്ടാക്കിയ എന്താ അമ്മ അടുത്ത് നമുക്ക് ചോദിച്ചു നോക്കാം. എന്തോന്നൊക്കെ ഉണ്ടാക്കിയ അമ്മ ഇന്ന് കർക്കിടക വാവായിട്ട് സദ്യക്ക്? സാമ്പാർ, ഓക്കെ, അവിയൽ, തോരൻ, പച്ചടി, കിച്ചടി, വിഴുക്ക് വരട്ടി. ഇനി എന്തിനൊക്കെ ഉണ്ടാക്കണം? ഇനി പരിപ്പ് വയ്ക്കണം. പിന്നെ 2-3 കറികളല്ലാതെ ഉണ്ട് വയ്ക്കണം. ബീഫൊക്കെ വയ്ക്കുകയല്ലേ? ബീഫ് വയ്ക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ഇന്ന് വാവായിട്ട് രാവിലെ ചെറിയ ഇതുണ്ട് കേട്ടോ, മഴയില്ല, ചെറിയ വെയിലുണ്ട്. അപ്പോൾ എന്തായാലും ഞാനും പോകാനായിട്ടുള്ള ഒരു പരിപാടിയിൽ അച്ചാമ്മയ്ക്ക് ബലിയിടാനായിട്ടാണ് ഞാൻ പോകുന്നത്. നമ്മളവിടെ പള്ളിയാങ്കുഴി എന്ന് പറയുന്ന അമ്പലത്തിലാണ് കേട്ടോ പോണത് ബലിയിടാനായിട്ട്. അപ്പം ചേട്ടൻ രാവിലെ ഇവിടെ നിന്ന് ചേട്ടൻ വന്നായിരുന്നു കേട്ടോ ഇന്ന്. അപ്പം ചേട്ടൻ എറണാകുളത്ത് നിന്ന് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ചേട്ടൻ പോവായിരിക്കും എന്ന് ചോദിച്ചു. പക്ഷേ പാവ ഉറക്ക ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് പാവ എറണാകുളത്ത് നിന്ന് ഇങ്ങ് രാത്രിയാണ് കേട്ടോ എത്തിയത്. ഞാൻ വിചാരിച്ചു പാവം കിടന്നുറങ്ങിട്ട് വിളിച്ചുണർത്തണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ വിളിച്ചുണർത്തിയില്ലെന്നല്ല, ഒരു വട്ടം വിളിച്ചുണർത്തി. അപ്പോഴത്തേക്കും അവന് വയ്യ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് ശരി ഞാൻ തന്നെ പോയിട്ട് വരാം. അങ്ങനെ എന്തായാലും പോവാനായിട്ടുള്ളൊരു പരിപാടിയിൽ നിൽക്കുകയാണ് കേട്ടോ. ഈ അമ്മയാണെങ്കിൽ മറ്റേ അത് സാമ്പാറിനോ പരിപ്പിനോ എന്തോ വെച്ചിട്ട് കുക്കറിൻ്റെ ഫിസിൽ കാരണം സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും ഇനി ഞാൻ അച്ചാമ്മിനെ കൊണ്ട് അമ്പലത്തിൽ പോകണം. എന്നിട്ട് ഞാൻ തിരിച്ചിങ്ങ് വീട്ടിൽ വരും കേട്ടോ. ഇന്ന് എനിക്ക് കുറച്ച് പണിയുണ്ട്, അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ വരും. അപ്പോൾ അതൊക്കെയാണ് പരിപാടി. അമ്മ ബീഫ് എന്നിങ്ങനെ എടുത്ത് പറയാത്തതിൻ്റെ ഒരു കാരണം ഉണ്ടെന്ന് എനിക്ക് അറിയാം. എന്താ അമ്മ അതിൻ്റെ കാരണം പറഞ്ഞുകൂടാ? അമ്മ എന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? അത് എന്ന് വെച്ചാൽ ഇന്ന് ഓണം എന്നാണ് പറയുന്നത്. ആത്മാക്കളുടെ ഓണമാണ്. അവർക്ക് ഇന്നാണ് നമ്മളെല്ലാം വെച്ചു കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം ആണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത്. അപ്പൊ ചോദിക്കും, ഓണത്തിന് നമ്മളൊന്നും ഇറച്ചിയൊന്നും വെക്കൂലല്ലോ? വെക്കുന്ന സ്ഥലങ്ങളുണ്ട്, മീനൊക്കെ പൊരിച്ചു വെക്കുന്ന സ്ഥലങ്ങളുണ്ട്, നമ്മൾ വെക്കാറുണ്ടല്ലോ. അപ്പൊ ഇന്ന് അവർക്ക് എന്തൊക്കെയാണോ ഇഷ്ടം അതൊക്കെയാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത്. അപ്പൊ എനിക്ക് എന്റെ അച്ചാമ്മയ്ക്ക് വെച്ചു കൊടുക്കണം, അച്ചാച്ചന്, അവർക്കൊക്കെയാണ് വെച്ചു കൊടുക്കുന്നത്. അപ്പൊ എന്റെ അച്ചാമ്മയ്ക്കും അച്ചാച്ചനൊക്കെ ബീഫൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ ഇന്നലെ മേടിച്ചു കൊണ്ടുവന്ന് വെച്ച് ഇന്നത് വെച്ച് അവർക്ക് കൊടുക്കണം. അത്രേ ഉള്ളൂ. ഇതിന്റെ ഒത്തിരി കറികൾ, നമ്മൾ ഓണത്തിന് ഉണ്ടാക്കുന്ന എല്ലാ കറികളും വെച്ചാണ് അവർക്ക് കൊടുക്കുന്നത്. പായസം ഉൾപ്പെടെ വെച്ച് കൊടുക്കണം, അങ്ങനെയാണ് പറയുന്നത്. ഞാൻ എല്ലാ വർഷവും അങ്ങനെ ചെയ്യാറുണ്ട്, ഈ വർഷവും ചെയ്യും. അപ്പോൾ അമ്മ നേരത്തെ പറഞ്ഞ ഇങ്ങനെ ബീഫ് എന്ന് പറയാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ചിലർക്ക് കേൾക്കുമ്പോഴത്തേക്ക് ബീഫ് അല്ലെങ്കിൽ ചിക്കൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ചിലർ ചോദിക്കും, അയ്യോ വാവായിട്ട് ബീഫും ചിക്കനൊക്കെ വെച്ച് കൊടുക്കും, അങ്ങനെയൊക്കെ ചെറിയ ടോക്കൊക്കെ വരുമെന്ന് പേടിച്ചാണ് കേട്ടോ അമ്മ അത് പറയാതിരുന്നത്. ഞാൻ അങ്ങോട്ട് എടുത്ത് ചോദിക്കുകയാണ് ചെയ്തത്. അപ്പം അമ്മ ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞത് ഇത് അങ്ങനെ ബീഫെന്ന് പറയണ്ട, ചിലർക്ക് കേൾക്കുമ്പോഴത്തേക്ക് എങ്ങനെ ഫീൽ ചെയ്യുമെന്ന് അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് കാരണം മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ നേരെ അമ്മയ്ക്ക് ടാറ്റയും പറഞ്ഞിട്ട് നേരെ ഞാൻ കളമച്ചിലോട്ട് പോവാണ് കേട്ടോ. അച്ഛൻ വേണമെങ്കിൽ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുങ്ങി നിൽക്കാനായിട്ട്. അങ്ങനെ ഇവിടെ അമ്പലത്തിലെത്തി. പള്ളിമാൻ കുഴി എന്ന് പറഞ്ഞ അമ്പലത്തിലാണ് കേട്ടോ വന്നത്. ഇതെൻ്റെ അച്ഛൻ്റെ കുടുംബക്ഷേത്രവും കൂടിയാണ്. ഞാൻ വലിയൊരു പൊട്ടത്തരം ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്ത് നിന്ന്. പക്ഷേ എൻ്റെ ആവശ്യമില്ലായിരുന്ന, ഞാൻ കുളിച്ചിട്ട് റെഡിയായി വന്നിരുന്നെങ്കിൽ എനിക്ക് അമ്പലത്തിൽ കയറാമായിരുന്നു. ഞാൻ അത് ഓർത്തില്ല. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വന്നു. ഈ ഒരു സ്ഥലത്ത് നിന്നാണ്, ആറ്റിൻ്റെ സൈഡിൽ നിന്നാണ് കേട്ടോ ബലിയിടുന്നത്. ഞാൻ അങ്ങോട്ട് പോയില്ല, ഞാൻ കുറച്ച് ഇങ്ങനെ പുറകിലോട്ടാണ് നിന്നത്. ബലിയിട്ടിട്ട് ഓരോരുത്തർ ഇങ്ങനെ ആറ്റിൽ ഒഴുക്കാനായിട്ട് ഇങ്ങനെ കുറച്ച് പേര് ഇങ്ങനെ ഇറങ്ങി പോകുന്ന കാഴ്ചയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് എന്നിട്ട് നേരെ ഞാൻ വീട്ടിൽ വന്ന് അച്ചമ്മയ്ക്ക് ടാറ്റയും പറഞ്ഞിട്ട് ഞാൻ നേരെ നമ്മുടെ വീട്ടിൽ പോവാണ് കേട്ടോ. ഞാൻ വീട്ടിൽ വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ എല്ലാ കറികളും റെഡിയാക്കി പരിപ്പ്, പപ്പടം, പായസം സഹിതം അമ്മ സെറ്റാക്കി എടുത്ത കേട്ടോ. എല്ലാം പറഞ്ഞ് എല്ലാം സെറ്റാക്കി എടുത്ത്. അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അമ്മ എടുത്ത് തരണം, കസേര അനക്കരുത്. ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് കസേര തട്ടിയപ്പോൾ അമ്മ പറഞ്ഞ് കസേര അനക്കല്ലേ, കസേര അനക്കിക്കൂടെ, അവർ വന്നിരിക്കണം. ഇതൊക്കെ ഒരു സാങ്കല്പികമാണല്ലോ, നമ്മളിങ്ങനെ അമ്മ അങ്ങനെയൊക്കെ സങ്കല്പിച്ചൊക്കെയാണ് വെച്ച് കൊടുക്കുന്നത്. 3 ഇല ഇടുന്ന അമ്മ ഇങ്ങനെ
അതായത് മരിച്ചുപോയ ഓരോരുത്തർക്ക് എല്ലാവർക്കും കൂടിയൊക്കെ അല്ല 3 ഇല ഇടാം, എന്നിട്ട് എല്ലാവരും കൂടി മനസ്സിൽ വിചാരിച്ച് വെച്ച് കൊടുത്താൽ മതി എന്നൊക്കെ അമ്മ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതെന്തോ ഇത് എല്ലാ കറികളും വെച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കറികളും അമ്മ ഉണ്ടാക്കി. അപ്പം എല്ലാ കറികളും വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം നമ്മൾ, അതായത് ഇതിൻ്റെ അടുത്തോട്ടോ ഈ ഇല അനക്കാനോ കസേര അനക്കാനോ അങ്ങനെ ഒന്നിനും പാടില്ല എന്നൊക്കെ ഉണ്ട് അമ്മ പറഞ്ഞാൽ. അങ്ങനെ എല്ലാ കറികളും വെച്ചിട്ട് നമ്മൾ കറികളൊക്കെ വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുന്നതൊക്കെ കുറേ നേരം അവിടെ തന്നെ ഇരുന്നു. ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ അങ്ങ് ഇലയൊക്കെ അനക്കി ഫുഡൊക്കെ കഴിച്ച് അവിടെ നമ്മൾ വീട്ടിൽ ജസ്റ്റ് ഇച്ചിരി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ കളമച്ചിലോട്ട് പോകണം കേട്ടോ. അപ്പച്ചി എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി, ഞാനും അമ്മയും ചേട്ടനും കൂടി നമ്മൾ കാറിലാണ് കേട്ടോ പോകുന്നത്. ഞാനാണെങ്കിൽ ഒരു കോലമായാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.